ഇതാണ് രാവിലെ ഉള്ള വ്യൂ. ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രം ചിഗു. അപ്പോൾ ഇന്നലെ നമ്മൾ അനിനിന്ന് ചിഗുവിലെത്തി. ഇവിടെ നമ്മൾ ബോർഡറൊക്കെ ഉണ്ടായിരുന്നു, ബോർഡറിലൊക്കെ പോയി ബ്രൂണി. തിരിച്ച് വന്ന് ചിഗു എക്കോ റിസോർട്ടിലാണ് റൂം എടുത്തത്. നല്ല ഭംഗിയുള്ള ലൊക്കേഷനിലാണ് ഈ ചിഗു എക്കോ റിസോർട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നടക്കാനായിട്ടൊക്കെ ഭയങ്കര രസമാണ്. നല്ല കാമായിട്ടുള്ള സ്ഥലം, വേറെ ഒരു ശല്യവും ഇല്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ വേറെ ഗസ്റ്റും ഇല്ലായിരുന്നു. രാത്രി കുറേ ലേറ്റായിട്ടാണ് വേറെ ഗസ്റ്റൊക്കെ വന്നത്. അപ്പോൾ നല്ല പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ ഇതിലേക്ക് നടന്ന്, രാത്രി ഞാൻ പറഞ്ഞില്ലേ 10 മണിയാകുമ്പോൾ ഇവിടെ പവർ കട്ട് ചെയ്യും. ഇവിടെ അങ്ങനെ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും അല്ല. നമ്മൾ ആ ഒരു എന്തായിരുന്നു, ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കൂടെ നമ്മൾ വന്നില്ലേ, ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ആ വൈൽഡ് ലൈഫ് സാങ്ച്വറി തൊട്ട് ഇങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. ഇതെല്ലാം ഫോറസ്റ്റ് ഏരിയ ആട്ടോ. കാടിൻ്റെ 2 സൈഡിലും മലയും കാടിൻ്റെ നടുക്കുമാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. അപ്പോൾ കാടിൻ്റെ നടുക്കാണ്. ഇവിടെ വേറെ റെസിഡൻഷ്യൽ ഏരിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇലക്ട്രിക് ലൈനൊന്നുമില്ല, ജനറേറ്ററാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 6:30 തൊട്ട് 10 മണി വരെ ജനറേറ്റർ സർവീസ്, അത് വെച്ച് ലൈറ്റ് തരുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ജനറേറ്ററേ ഉള്ളൂ. അപ്പോൾ 10:15 ആയപ്പോൾ ലൈറ്റ് എല്ലാം പോയായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി കിടന്നു. പക്ഷേ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റി. ഇതാ ഇവിടെ ബാക്കിൽ കൂടെ നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന റിവറിലെ അതാ ബാക്കിൽ കൂടെ ഒഴുകുന്നത്, നല്ല ബ്ലൂയിഷ് വാട്ടറായിട്ട്. അപ്പം ഈ നദി ഒഴുകുന്ന സൗണ്ട് ഇങ്ങനെ കേട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് നല്ലതായിട്ട് ഉറക്കം വരുമല്ലോ. അങ്ങനെ സുഖമായിട്ട് കിടന്നുറങ്ങി. രാവിലെ ഇതാ 6:30 ആയപ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ 7 മണിയായപ്പോഴാണ് ഞങ്ങൾ ഉണർന്നത് തന്നെ. അപ്പോൾ ഇപ്പോൾ രാവിലെ നമ്മൾ ഇവിടെ അടുത്തൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ അവിടെ പോകണം. ഒരു 5 മിനിറ്റ് വണ്ടിയിൽ പോകണം. എന്നിട്ട് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ട്രക്ക് ചെയ്ത് മേലോട്ട് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ആ വാട്ടർഫോളിൽ പോവാം. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി കാണാം. ഞങ്ങൾ രാവിലെ വാട്ടർഫോൾ കാണാൻ പോവാണ്. എനർജിക്ക് വേണ്ടിയിട്ട് 2 കോഫി ഉണ്ടാക്കി തരാൻ റെസ്റ്റോറൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അത് ക്ലൗഡല്ലേ, ഫുള്ള് ഫോഗല്ലേ, അതാ കാണാൻ പറ്റാത്ത. കുറേ വാട്ടർഫോൾസ് കാണുന്നില്ല. ശരി, അവിടുത്തെ വാട്ടർഫോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം. അത് നോക്ക്, ആ കോടയായിട്ട് ആ വാട്ടർഫോൾ നല്ല ഭംഗിയില്ലേ. വാ, അപ്പം നമ്മൾ കാപ്പി കുടിച്ചിട്ട് വാട്ടർഫോളിൽ പോവാം. നമ്മളിതാ ഈ വാട്ടർഫോളിലാണ് പോകുന്നത്. മാവു വാട്ടർഫോളിനാ? മാവു വാട്ടർഫോൾ. ഓക്കെ, മാവു ഉണ്ടോ? ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് കുറച്ച് നടന്നു പോകണം. സോ നമുക്ക് നടക്കാം. നല്ല കാടാണ് ഇവിടെ. മറ്റേ ഡംഡം ഉള്ളതുകൊണ്ട് നന്നായിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ചൊറിയുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാവേ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ. ഫുൾ കാടാണ്. നമ്മുടെ ഫേണൊക്കെ നിറഞ്ഞിട്ട് ഫുൾ കാടാണ്. നമ്മൾ ഡെറ്റോള് തേച്ചിട്ട് വന്നു, ഡം കടിക്കാതിരിക്കാൻ. കടിക്കുന്നുണ്ടല്ലേ ചൂപ്പ? ഇത് അറിയുമെന്നെങ്കിൽ നേരത്തെ ചെയ്യാറുന്നല്ലേ. ഡം കടിക്കാതിരിക്കാൻ ഡെറ്റോൾ തേച്ചാൽ മതി. ആയുവാണ് എല്ലാരെയും കണ്ടില്ല ഫ്രണ്ടില് ഓടിപ്പോകുന്നത്. സോ ഗുഡ് അല്ലേ? യാ, ദാറ്റ് ഈസ് എ വേ. നല്ല കാടിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ കുറച്ച് കയറി പോകണം. പക്ഷേ നല്ല രസമുണ്ട്. ഞങ്ങൾ ഇന്നിത് ഡ്രോപ്പ് ചെയ്തിട്ട് എമിലി ഗ്രാസ് ലാൻഡിൽ അനിനിയിൽ പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ. ചെറുതായിട്ട് കിതയ്ക്കുന്നുണ്ട്. സ്പീഡിലൊക്കെ കയറുന്നേ. നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാട്ടിലും ടൈം ഡിലേ ആയി. ഓക്കെ. ഇവിടെ തടി കൊണ്ടുള്ള പാലമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ആണ് കാണേണ്ടത്. ഇങ്ങനെയാണ് പാലമൊക്കെ. ഇത് എമിലി ഗ്രാസ് ലാൻഡ് അല്ല, ദിസ് ഈസ് എ വാട്ടർഫോൾ. നമ്മൾ വെള്ളച്ചാട്ടം കാണുന്ന പോയിന്റിലെത്തി.
ആയു സ്ലോലി. എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്യപ്പെട്ടി? ഗുഡ്. ട്രക്കിംഗ് കുറച്ചേ ഉള്ളൂ കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട് വരുന്ന വഴിയൊക്കെ. നമ്മള് ഇവിടെ നിന്നിട്ട് വാട്ടർഫോൾ. വാ നോക്ക, ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ മിസ്സായി പോയനെ. ലച്ചു എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വാട്ടർഫോളൊക്കെ കണ്ടല്ലേ. നമ്മൾ വാട്ടർഫോളിൽ പോയി കണ്ട് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആയുന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മാഗി മാത്രമേ ഇവിടെ കിട്ടത്തുള്ളൂ, പിന്നെ ഓംലെറ്റും. അപ്പോൾ പിന്നെ ആയുന് ഒരു മാഗി പറഞ്ഞിട്ടുണ്ട്, അത് കഴിച്ചിട്ട് നമ്മൾ നേരെ അനിനിക്ക് പോകും. അനിനി ചെന്നിട്ട് വേണം ബാക്കി നമുക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സോ ആയുന് അല്ലെങ്കിൽ വിശക്കുമല്ലേ, അനിനി വരെ ചെല്ലുമ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും അനിനി എത്താൻ. സ്നാക്സ് വാങ്ങിക്കും. നമ്മൾ എമിലി ഗ്രാസ് ലാൻഡിൽ പോവല്ലേ. അപ്പൊ ഞങ്ങളിപ്പോ അതിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ അല്ലേ. കമോ നമുക്ക് പോയി കഴിക്കട്ടെ. ഒരു സ്മോൾ കിച്ചൺ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ചിഗു എക്കോ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. രാവിലെ പോയി വാട്ടർഫോളൊക്കെ കണ്ടു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ അനിനിക്ക്. അപ്പോ ബൈ ബൈ ടു ചിഗു. നല്ല സ്റ്റേ ആയിരുന്നു അല്ലേ നമുക്ക്. ബൈ ബൈ. ഇവിടെ ബൈ ബൈ പറയുന്നു. നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു, നല്ല സ്ഥലം അല്ലേ. ഇവിടെ വായുവിനെ കാണാൻ വയ്യ. നല്ല വ്യൂ ആയിരുന്നു വാട്ടർഫോളിൽ പോയ സ്ഥലത്ത് അല്ലേ. സോ നമുക്കിനി അനിനിയിൽ എത്തിയിട്ട് കാണാം. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇമുലി ഗ്രാസ് ലാൻഡിൽ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മാഗി. ഓക്കെ. സോ അപ്പൊ ഇനി ഇമുലി ഗ്രാസ് ലാൻഡിൽ ചെന്നിട്ട് കാണാം. ലച്ചു വരുന്നില്ല ഇമുലിയില് അല്ലെ ലച്ചു? യെസ്. കുറച്ച് ടഫാന്ന് തോന്നുന്നുണ്ട് ട്രക്കിങ്, അറിയില്ല, നമുക്ക് നോക്കും പറയാം. ലച്ചു വരുന്നില്ല. ആയു, അഞ്ജു, അഭിഷാഖും കൂടെ പോവല്ലേ. അപ്പൊ ശരി, നമുക്കിനി അനിനിൽ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കേ അറ്റത്തുള്ള ഒരു ഇൻഹെബിറ്റഡ് വില്ലേജിലാണ്. അച്ചൈസോ എന്നാണ് കേട്ടോ ഈ വില്ലേജിൻ്റെ പേര്. ഇവിടെയാണ് നമ്മുടെ ചിഗു എക്കോ റിസോർട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അനിനി വരെ ഏകദേശം ഒരു 2 മണിക്കൂർ സമയമുണ്ട് യാത്ര. 50 കിലോമീറ്റർ ദൂരമുണ്ട്. പോകുന്ന വഴിക്കാണ് ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതാ ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ ഇനി നമ്മുടെ യാത്ര ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അകത്തൂടെയാണ്. അരുണാചൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം അരുണാചലിൽ 13 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആണ് ഉള്ളത്, ചെറുതും വലുതുമായിട്ട്. അതിൽ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് കേട്ടോ ദിബാങ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. 4149 സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണത്തിൽ പടർന്നു കിടക്കുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണിത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം മിഷ്മി താക്കിനെ പറ്റിയിട്ട്. അപ്പോൾ മിഷ്മി താക്കിൻ്റെ തല നമ്മൾ ആ ജുബിലിൻ ബസ്തിയിൽ വെച്ചിട്ട് കണ്ടിരുന്നു. ആ മിഷ്മി താക്കിനും അതുപോലെ മസ്ക് ഡിയറും റെഡ് പാൻഡേ പോലുള്ള റെയർ ആയിട്ടുള്ള സ്പീഷീസ് ഒക്കെ ഇന്ത്യയുടെ വടക്കേ കിഴക്കേ അറ്റത്തുള്ള ഇൻഡോ ചൈന ബോർഡറിനടുത്തുള്ള ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലുണ്ട്. നമ്മൾ ചിഗുന്ന് അനിനി ടൗണിലെത്തി. ചെറിയൊരു ടൗൺ അനിനി. അപ്പം നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറാം. ഇവിടെ വാ. ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇവിടെ ഒരെണ്ണം നല്ലതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ കയറാം. വാ, നമുക്ക് പോയി കഴിക്കാം. എന്താ കിട്ടുന്നത് നോക്കാല്ലേ. എല്ലാവരും നെറ്റ്വർക്കൊക്കെ കിട്ടിയപ്പോൾ വീട്ടിലോട്ടൊക്കെ ഫോൺ ചെയ്യാൻ. നെറ്റ്വർക്ക് നേരത്തെ കിട്ടിയായിരുന്നു, മുടിയൊക്കെ വല്ലാണ്ടായി. ഭയങ്കര ഓയിലല്ലേ ആ വെച്ച് കണ്ണാ.
നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എത്തിയാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചോറും കറികളോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രൈഡ് റൈസോ മോമോസോ അല്ലെങ്കിൽ മാഗിയോ ഒക്കെ മാത്രമേ കിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാനായിട്ടുള്ള സ്ഥലവും കണ്ടുപിടിച്ച് ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മളിനി ഇമുലി ഗ്രാസ്ലാൻഡ് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ 2 മെയിൻ സൈഡാണ് നമുക്ക് അനിനിയിൽ വന്നാൽ കാണാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പോർഷൻ ഡ്രീ വാലി സൈഡ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ കവർ ചെയ്തു. പിന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് മാത്തിൻ വാലി സൈഡാണ്. അവിടെയാണ് ഇമുലി ഗ്രാസ്ലാൻഡ് ഒക്കെ വരുന്നത്. ഏകദേശം ഒരു 22 കിലോമീറ്റർ ബൈ റോഡ് പോണേ നമ്മൾ ഈ ട്രക്കിംഗ് പോയിന്റ് വരെ. Are you ready? Yes. Are you ready for trekking? Yes. I have this. Okay. അപ്പം ഗൈസ് ബൈ. ഇവർ രണ്ടുപേരും വരുന്നില്ല, മടിയിലും മടിച്ച് വെയിലാന്ന് പറഞ്ഞിട്ട്. വെയിലല്ല, വയ്യാട്ടോ രണ്ടുപേർക്കും, പാവങ്ങൾ വയ്യ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എമിലി ഗ്രാസ്ലാൻഡ് കാണാൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. നമ്മൾ എത്ര മണിക്ക് ചിഗൂന്ന് എത്തിയായിരുന്നു? നമ്മൾ ചിഗൂന്ന് ഒരു 11 ആയപ്പോഴത്തേക്കും 1.5 മണിക്കൂർ എടുത്തു ചിഗു ടു അനിനി ജേണി. അനിനിന്ന് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യേണ്ട സ്ഥലമൊക്കെ കണ്ടുപിടിച്ചു. അനിനി ഹട്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടിലാണ് നമ്മൾ റൂമൊക്കെ എടുത്തത്. അപ്പോൾ അവിടുന്ന് 45 മിനിറ്റ്സ് ഉണ്ട് അനിനിന്ന് എമുലി ഗ്രാസ്ലാൻഡിൻ്റെ ട്രക്കിംഗ് പോയിന്റ് വരെ. അപ്പോൾ ഞാനും ആയും പിന്നെ നമ്മുടെ കൂടെ വന്ന ഡ്രൈവറും ഉണ്ട്. അപ്പം നമ്മൾ 3 പേരൂടെ പോവാണ്. നിങ്ങൾ എന്നെ പരിപാടി? ഞങ്ങൾ ചിൽ ചെയ്യും. അവരിവിടെ നടന്ന് ചില്ല് ചെയ്യും, ഞങ്ങൾ മേളിൽ പോയി ചില്ല് ചെയ്യും. അപ്പോൾ ഓക്കെ, സീ യു. ഞങ്ങൾ മേളിലെത്തിയിട്ട് തിരിച്ച് 3 മണിക്കൂർ എടുക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് നെറ്റ്വർക്ക് ഇല്ല, എനിക്ക് ഒന്നിനും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ, ആൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിടേ. ഓക്കെ ബൈ. 7 ലേക്ക് ട്രക്കിങ്ങും ഈ പോയിന്റ് നാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കെങ്കിലും 7 ലേക്ക് ട്രക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺടാക്ട് നമ്പർ ഉണ്ട്, വിളിച്ചാൽ മതി. 7 ദിവസം എന്നാണ് പറഞ്ഞത്. 3.5 ദിവസം അങ്ങോട്ട് മേളിലോട്ട്, 3.5 ദിവസം തിരിച്ചിറങ്ങാനായിട്ട്. അങ്ങനെ ടോട്ടൽ 7 ദിവസമാണ് 7 ലേക്ക് ട്രക്കിങ്ങിൻ്റെ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. 45 മിനിറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മല ഫുള്ള് കയറണം എമുലി ഗ്രാസ്ലാൻഡ് വരെ എത്താനായിട്ട്. അവിടുന്നും പിന്നെ മുന്നോട്ട് പോകണം 7 ലേക്ക് ട്രക്കിങ്ങിന്. അപ്പോൾ പയ്യെ കയറട്ടെ. ഇടയ്ക്ക് എന്തെങ്കിലും നല്ല കാഴ്ചകൾ വരുമ്പോൾ നമുക്ക് കാണാം. എൻ്റെ കൂടെ ആയു ഉണ്ട് കേട്ടോ. ആയു വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? ഓക്കെ, ആയു ഉണ്ട്. ആയു ഇതാ എവിടുന്നോ ഒരു ചെറിയ ബാംബൂ സ്റ്റിക്കൊക്കെ കിട്ടി, അത് കേട്ടാ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മേളിൽ കയറുമ്പോൾ കാണാം. നല്ല കാറ്റുണ്ട് അല്ലേ ആയു? ആൻഡ് സീനറി നോക്ക്. വാ, ചുറ്റി കാണുന്ന സീനറിയാണിത്. ആൻഡ് നല്ല കാറ്റ്, നല്ല രസമുണ്ട് അല്ലേ ബേബി? കം ദിസ്. താഴെ കൂടെ വാത്തു റിവറാണ് ഒഴുകുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് പോരുന്ന വഴിക്ക് ഒരു ബോട്ടിൽ കണ്ടു. ഇപ്പം അവിടെ പ്ലാസ്റ്റിക് കവർ ഇട്ടിരിക്കുന്നു. നമുക്ക് ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അധികം ടൂറിസ്റ്റ് ഒന്നും വരുന്നില്ല, പക്ഷെ വരുന്നവരിതാ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഇട്ടിട്ട് പോകും. ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് നശിപ്പിക്കാൻ തോന്നുന്നത് എങ്ങനെയാണെന്ന് കൂടി എനിക്കറിയില്ല. അധികം ടൂറിസ്റ്റ് വരാത്തതുകൊണ്ട് ഇപ്പോഴും ഇവിടെ ഇത്രയും ഭംഗിയായിട്ടിരിക്കുന്നു. ഒത്തിരി ടൂറിസ്റ്റ് കൊണ്ട് എല്ലാവരും ഇവിടെ ചീത്തയാക്കും അല്ലേ? ആ, ഇനി എന്താ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ. ഒരു കേക്കിന് പ്രോപ്പറായിട്ട് എന്താ അല്ലേ ഡിസ്പോസ് ചെയ്യാത്ത? സോ ബാഡ് പീപ്പിൾ അല്ലേ? വരുന്നവരതൊക്കെ ടേക്ക് കെയർ ചെയ്യണ്ടേ അല്ലേ ആയു? ഓക്കെ, ആയു വരെ ഇത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ എടുക്കുമ്പോൾ വരുന്ന ആൾക്കാർ എന്നാ അല്ലേ ആയു ഇങ്ങനെ? ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ ഒരു ബ്രേക്ക് എടുത്തതാണ്. ബ്രേക്ക് എടുത്തപ്പോഴാണ് അവിടെ ബോട്ടിൽ കിടക്കുന്നു, തൊട്ടപ്പുറത്ത് തന്നെ ഒരു കവർ കിടക്കുന്നു. കാണുമ്പോൾ ഒരു സങ്കടം. वाह, so good. अब फिर इधर से वाह, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണം. ആയി കയറിക്കോ. അങ്കിൾ ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കൊച്ചിനെയായിട്ട് ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി. കൊച്ചിനെയായിട്ട് ഇത്രയും ട്രാവൽ ചെയ്യരുതെന്ന് വരെ പറയുന്നവരുണ്ട്. പക്ഷേ ആയു കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ആയുനെയായിട്ട് ട്രാവൽ ചെയ്യുമായിരുന്നു. ആയുന് ഏകദേശം ഒരു 4 വയസ്സൊക്കെ ആയപ്പോൾ നമ്മൾ ഡോങ് വാലിയിൽ ട്രക്കിങ്ങിന് പോയിരുന്നു. ഇന്ത്യയുടെ ഫസ്റ്റ് സൺറൈസ് വീഴുന്ന പോയിൻ്റാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നടക്കാനായിട്ട് കുറച്ചൊക്കെ മടിയുണ്ടായിരുന്നു ആൾക്ക്. അബി കുറേ ദൂരം അബി ഇങ്ങനെ എടുത്തിട്ട് നടക്കേണ്ടി വന്നു. എങ്കിലും ഇപ്പം എന്താ കണ്ടില്ലേ, എന്നെക്കാട്ടിലും ആക്റ്റീവായിട്ട് ഈ ഓടിക്കയറി നടക്കുന്നത് ആയോ ആണ്. എന്താ കണ്ടില്ലേ, ഇതുപോലെ ആൾ എന്നെ സപ്പോർട്ട് ചെയ്യുകയും കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ത്രൂ പ്രാക്ടീസ് നേടിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുണ്ടെന്ന് വിചാരിച്ച് ട്രാവൽ ചെയ്യാതിരിക്കുന്നവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് കുറച്ച് ഏറെ ബുദ്ധിമുട്ടാണ്. അവരുടെ മൂഡ് സ്വിങ്സും അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ അവരെ പ്രാക്ടീസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. മോന് 5 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് മോനെയായിട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതാണ്. സോ ഇപ്പോൾ അവൻ 7 വയസ്സായി. എനിക്ക് വളരെ ഈസിയാണ് ഇപ്പോൾ അവനെയായിട്ട് ട്രാവൽ ചെയ്യാൻ ആ ടൈം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഒരു 45 മിനിറ്റുള്ള ട്രക്കിംഗ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റായി. ഇപ്പം സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഗ്രിപ്പ് അങ്ങനെയൊന്നുമില്ല, ഈ മണ്ണ് ആണ്. അപ്പം ആൾക്കാർ നടന്നു പോയാൽ അതുണ്ടെങ്കിൽ ഗ്രിപ്പ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പുല പിടിച്ച് കയറണം. ചെറുതായിട്ട് ക്ഷീണിച്ചു. ചെറിയ വെയിലുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റുണ്ട്, നല്ല സുഖമുണ്ട്. കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ട്രക്കിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈസി ആയിട്ട് കയറിപ്പോവാം. കുറച്ച് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് കയറാൻ കുറച്ച് പാടായിരിക്കും. കുത്തനെയല്ലേ. ഇവിടെ ഇങ്ങനെ ഓരോരുത്തർ നടന്നു പോയതിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി മണ്ണാണ്. ഈ ഗ്രിപ്പിൽ ചവിട്ടി വേണം നമ്മൾ പോകാനായിട്ട്. वगैरह कुछ नहीं होगा ना, इतना नहीं होगा यहाँ पे। लीज भी नहीं है ना, होगा लीज नहीं है अभी यहाँ पे। ओ मॉनेटरी बहुत कम ही मिलेगा आपको, एक दो जगह पे मिल जाएगा। हाँ, लेकिन डम को भी उतना नहीं दिखाई दे रहा इधर। डम ऊपर जाने के बाद मिल जाएगा जी। ऊपर में हम लोग एक जगह रुक हाँ, जाएंगे ना, हाँ रुकने के बाद वो अटैक करता है। अटैक करता है ना। हाँ जब जैसे हम लोग अभी चल रहे हैं हाँ में, तो कुछ नहीं करेगा। ഓക്കെ. ഈ അവിടെയാണ്, ആ താഴെയാണ് നമ്മുടെ റോഡ്. ഈ കണ്ട മലയൊക്കെ നമ്മൾ കയറി ഇവിടം വരെ എത്തി. ഇനിയും മേലോട്ട് പോകണം ഗ്രാസ് ലാൻഡിലെത്താനായിട്ട്. ആരുമില്ല കേട്ടോ, കയറാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. ആയു ഓടി മേള് വരെ ചെന്നു, ഞാനാണ് കുറച്ച് സ്ലോ. ആയു ഗ്രാസ് ലാൻഡ് കിടന്നു. നല്ല കാറ്റുണ്ട്. വാ സൂപ്പർ. ഭയങ്കര കാറ്റാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റുമോ എന്നറിയില്ല, ഭയങ്കര കാറ്റ്.
ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്ത പോയിന്റിലെത്തി. തിരിച്ചെത്തി. ഇതാ നമ്മുടെ കുട്ടികൾ നിൽക്കുന്നു നമ്മളെ വെയിറ്റ് ചെയ്ത്. ഹേ ഗൈസ്, നിങ്ങൾ എന്ത് ചെയ്തു? എവിടെയെങ്കിലും പോയോ? വോക്ക് ചെയ്തോ? അടിപൊളി. എന്ന് വെച്ചാൽ ഗ്രാസ് ലാൻഡിനെക്കാട്ടിലും ഭയങ്കര കാറ്റും പിന്നെ നല്ല വെതറും. അയ്യോ, അവിടെ എന്ത് ഫ്രഷാ, നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. വ്യൂവിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര. പക്ഷെ വന്നിരുന്നെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടായേനെ, കയറാൻ ഭയങ്കര സ്റ്റീപ്പായിരുന്നു. എടാ ഞങ്ങൾ ഇറങ്ങാം ഒറ്റ സ്ട്രെച്ചിന് ഒറ്റ ഓട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങി 10 മിനിറ്റ്. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ 45 മിനിറ്റ് എടുത്തില്ല, എങ്ങും നിന്നില്ല, പെട്ടെന്ന് കയറി. പക്ഷെ അവിടെ ഒരു 1.5-2 മണിക്കൂർ 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അതാ ഇത്രയും ലേറ്റ് ആയേ. അത്രയും സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അപ്പൊ ഇനി നമ്മളിനി എങ്ങോട്ടാ? അനിനി വ്യൂ പോയിന്റ് അല്ലേ? നമ്മളിനി വ്യൂ പോയിന്റിൽ പോകല്ലേ? അനിനി വ്യൂ പോയിന്റിൽ പോയി മാർക്കറ്റിൽ വല്ലതും പോകുന്നുണ്ടോ? എവിടെയെങ്കിലും പോകണമെങ്കിൽ പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റൂം എടുത്തു അനിനി ഹിൽസിൽ. നമുക്ക് നേരെ റൂമിലോട്ട് പോവാം. എത്തിയപ്പോഴത്തേക്കാണ് മഴ പെയ്യുന്നത്. തിരിച്ച് കറക്റ്റ് ആ പോയിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ഡ്രോപ്പ് മഴ പെയ്യുന്നത്. അല്ലെങ്കിൽ മഴയത്ത് കുളിച്ചിറങ്ങേണ്ടി വന്നേ. അതന്നെയാണ് ചോദിച്ചത്. നമ്മള് അങ്ങോട്ട് വണ്ടിയിൽ പോകുമ്പോഴും മഴയുണ്ടായിരുന്നല്ലേ? പോകുമ്പോഴും മഴയുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ വിചാരിച്ചു മഴ പെയ്യുമായിരിക്കുമെന്ന്. മഴയുണ്ട്. നമ്മള് അനിനി വ്യൂ പോയിന്റിലെത്തി. മഴ പെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എങ്ങനെയല്ലേ? നമ്മളെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകാൻ നേരത്ത് മഴ പെയ്യും. ഇന്നലെ ട്രീ വാലി സൈഡിലാണ് നമ്മൾ പോയത്. അപ്പം ട്രീ വാലി സൈഡിലും ഇതുപോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് ആ ബ്രൂണിയിൽ നമ്മൾ പോയ സമയത്ത് മഴയല്ലായിരുന്നു. ഇപ്പത്തേ നമ്മൾ മാറ്റർ വാലി സൈഡിലൊക്കെ പോയി എന്തായിരുന്നു ഹിമുലി ഗ്രാസ് ലാൻഡ് അതൊക്കെ കണ്ട് തിരിച്ചു വന്നു. ഇപ്പത്തേ അനിനി വ്യൂ പോയിന്റ് ചുമക്കുന്നു, സോറി, അനിനി വ്യൂ പോയിന്റിലെത്തി. ഇവിടെ മഴയാണ്, പക്ഷേ ടൗൺ ഫുള്ള് കാണാം. ഹെലിപാഡ്. സോ ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല അല്ലേ? ഇനി ഞങ്ങളിവിടെ അനിനി വ്യൂ പോയിന്റ് കണ്ട് മാർക്കറ്റൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ ചെറിയ മാർക്കറ്റാണ് ഇവിടെ. കറങ്ങണമെന്നുണ്ടായിരുന്നു, മഴ ആയതുകൊണ്ട് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഇനി നമ്മൾ നേരെ അനിനി ഹില്ലിൽ പോവും. അനിനി ഹില്ലല്ലേ നമ്മുടെ റിസോർട്ടിൻ്റെ പേര്? അനിനി ഹട്ട്, സോറി, അനിനി ഹട്ടിൽ പോവും. അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ തൽക്കാലത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. അനിനി വ്യൂ പോയിന്റിൽ ഇച്ചിരി സമയം മഴയൊക്കെ നിറഞ്ഞ് നിന്ന് ചില്ലിയായിട്ട് നമുക്ക് പയ്യെ പോവാം. ഞങ്ങളങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അനിനിയിൽ ടൗണിൽ തന്നെ അനിനി ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് ക്യാം, അപ്പോൾ തിരിഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ അനിനി ഹട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹോം സ്റ്റേ അല്ല, ഒരു ചെറിയൊരു റിസോർട്ടാണ്. നല്ല റൂമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ റൂം എടുത്തു. അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇതിലേ നടക്കാനായിട്ട് ഇറങ്ങിയാണ്. നല്ല ഭംഗിയുണ്ട് സ്ഥലമൊക്കെ കാണാനായിട്ട്. നമ്മളവിടെ കോട്ടേജസ് ആണ് കേട്ടോ എടുത്തത്. അതുപോലെ ഇവിടെ ചെറിയ ചെറിയ ഹട്ടുകളുണ്ട്. ഇത് നമുക്ക് ഭയങ്കര ചീപ്പാല്ലേ? 500 or 1000 എന്തോ ഉള്ളൂ ഈ ഹട്ടുകൾക്ക്. പക്ഷേ കോമൺ ആയിരിക്കും അവിടെ ടോയ്ലറ്റ് ഉള്ളത്. അപ്പം ഇത് 1000 ആണെന്ന് തോന്നുന്നു. 1000 ആണ് അവർ റേറ്റ്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 1000 ആണ്. പക്ഷെ നമ്മൾ കോട്ടേജ് എടുത്തത്. അപ്പോൾ ഡബിൾ ഒക്യുപ്പൻസി റൂമിന് വരുന്ന റേറ്റ് 3000 ആണ്. 3500 ആയിരുന്നു. നമുക്ക് 3000-ന് തന്നു. സീസണും കൂടിയാണ്. പിന്നെ ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തു. ഫുഡ് വന്നതൊക്കെ നല്ലതായിരുന്നു. അധികം റേറ്റും ഇല്ല കേട്ടോ. നമ്മൾ ചിഗൂലെടുത്ത പോലെ അത്രയും റേറ്റൊന്നും ഇല്ല ഫുഡിന്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പം ഇവിടെയും പവറിന് പ്രശ്നമുണ്ട്. ഈ അനിനി ഏരിയയിൽ സാറ്റർഡേയ്സിൽ പവർ യൂഷ്വലി ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് പകലൊന്നും ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു. റെസ്റ്റോറൻറ്റിലെ ആൾക്കാരുടെ സൗണ്ട്, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ സൗണ്ടാണേ. അപ്പം ഇവിടെ സാറ്റർഡേയ്സിൽ യൂഷ്വലി കറണ്ട് ഉണ്ടാകത്തില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഇവിടെ പവർ ഇല്ല. ഇടയ്ക്ക് ഒന്ന് വന്നായിരുന്നു ഈവനിങ്, ഇപ്പോൾ വീണ്ടും പോയി. അപ്പോൾ ഇവർ ജനറേറ്റർ ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഇന്നും 10 മണിയാകുമ്പോൾ പവർ ഓഫ് ചെയ്യും. പക്ഷെ ഇവിടെ ചിഗു പോലെ അല്ല, ഡയറക്റ്റ് ലൈനിൽ നിന്ന് കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഫുൾ ടൈം കറണ്ട് അവൈലബിൾ ആണ്. പക്ഷേ ലാൻഡ് സ്ലൈഡൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് എപ്പോഴും പവറിന് പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത്.
അപ്പം അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും പവർ ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ 2 ദിവസത്തെ അനിനി ട്രിപ്പ്, 2 നമ്മൾ ഒരു ദിവസം ഇങ്ങോട്ട് ട്രാവൽ, 2 ദിവസം ഇവിടെ ഫുൾ ഡേ, പിന്നെ നാളെ ഒരു ദിവസം അങ്ങോട്ട് ട്രാവൽ. അപ്പോൾ ടോട്ടൽ ഒരു 4 ഡേ ട്രിപ്പായിരുന്നു നമ്മൾ അനിനിയിലേക്ക്. പക്ഷേ 4 ഡേയ്സ് ഒന്നും വേണ്ട കേട്ടോ, 3 ഡേയ്സിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഏർലി മോർണിംഗിൽ റോയിങ്ങിൽ നിന്ന് ഏർലി മോർണിംഗ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൊക്കെ ഇവിടെ വന്നാൽ, പിന്നെ നമുക്കിവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈവറിനായിട്ടൊക്കെ വരുന്നെങ്കിൽ അവർ പെട്ടെന്ന് ഇവിടെ അടുത്തുള്ള സ്ഥലമൊക്കെ കറങ്ങും. കാരണം അനിനി ടൗണിനടുത്ത് ആ ഒരു മത്തൂൻ വാലി സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ആ ഒരു ഗ്രാസ് ലാൻഡ് മാത്രമേ കാണാനായിട്ടുള്ളൂ. പിന്നെ അനിനി വ്യൂ പോയിന്റ്, ഒരു ഹിൽ ടോപ്പിൽ പോയി നിന്ന് നമുക്ക് അനിനി ടൗൺ ഫുള്ള് കാണാം. അത് മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ കാണാനായിട്ട്. ബാക്കി ഫുൾ ആ ഡ്രീ വാലി സൈഡില്ലേ, നമ്മൾ ചിഗുവിലോട്ട് പോയില്ലേ, ആ സൈഡിലാണ് കാണാനായിട്ടുള്ളത്. മെയിനായിട്ട് വാട്ടർഫോൾസ് ആണ്. പക്ഷേ നമ്മൾ അരുണാചൽ വരുമ്പോൾ ഇങ്ങനെ ടൂറിസ്റ്റ് പ്ലേസിൽ വരുന്ന പോലെ അല്ല വരേണ്ടത്. ഇവിടെ ഇങ്ങനെ വാട്ടർഫോൾസും നേച്ചറാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. നേച്ചർ, ആ ഒരു എയറിൻ്റെ ഫ്രഷ്നെസ്, പിന്നെ കാമായിട്ടുള്ള ലൈഫ്, അതൊക്കെ എൻജോയ് ചെയ്യണമെന്ന് ഉള്ളവരാണെങ്കിൽ, അതുപോലെ ട്രക്കിങ് അനിനിയിൽ ഒരുപാടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 7 ലേക്ക് ട്രക്കിങ്, ചൈന ബോർഡറിലേക്ക് പോകുന്ന ട്രക്കിങ്, പോമോ ഗ്രാസ്ലാൻഡ് ട്രക്കിങ്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വരാം. അനിനി ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് വരാനായിട്ട്. പീസ്ഫുൾ കാം നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് പോകണമെങ്കിൽ അനിനിയിലേക്ക് വരാം. അതുപോലെ നെറ്റ്വർക്കിനൊക്കെ ഇഷ്യൂ ഉണ്ടാവും, പവറിനൊക്കെ ഇഷ്യൂ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ലക്ഷ്മോൾ നമ്മുടെ അനിനി ട്രിപ്പ്? അടിപൊളിയാണ്. ലൈഫിൽ 1 ടൈം എങ്കിലും നോർത്ത് ഈസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ആൾക്കാർ അനിനി വിസിറ്റ് ചെയ്യേണ്ടതാണ്. അനിനി, ചിഗു, ഇതൊക്കെ ഭയങ്കര ഒരു ലൈഫിൽ. ചിഗുലാണെങ്കിൽ റേഞ്ച് ഇല്ല, നമുക്ക് എല്ലാവർക്കും വിത്തൗട്ട് ഫോൺ ഒരു ദിവസം പോലും ആലോചിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അവിടെ നല്ല ചില്ലാണ്, നമുക്ക് ഫോൺ ഇല്ലല്ലോ, അയ്യോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതില്ലായിരുന്നു. നല്ല ചില്ലായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ പോയി നമ്മൾ വരുവാണെങ്കിൽ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങൾ 3 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആയും. പക്ഷെ ഞങ്ങൾ 3 പേരും കൂടെ അടിപൊളിയായിട്ട് ചില്ല് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതും നമുക്കൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടില്ല. നമുക്ക് അതും ഓക്കെ ആയിരുന്നു. 6:30 to 10 വരെ ചിഗുവിൽ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പൊ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ ഇരുന്ന് ചില്ല് ചെയ്ത് നാളെ രാവിലെ ഞങ്ങൾ തിരിച്ച് അനിനിക്ക് പോകും. അപ്പൊ റോയിങ്ങിലോട്ട് പോകും. അനിനിന്ന് തിരിച്ച് റോയിങ്ങിലോട്ട് പോകും. അനിനിയിലാണ് എന്റെ മൈൻഡ് ഫുള്ള്. അപ്പോൾ അനിനി തിരിച്ച് റോയിങ്ങിലോട്ട് പോകും. അപ്പോൾ പ്രത്യേകിച്ച് ഇനി ഒന്നും കാണിക്കാനായിട്ടില്ല, നമ്മൾ വന്ന വഴിയാണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല. സോ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ലക്ഷ്മോക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറയുന്നില്ല ഇതൊക്കെ. അപ്പോൾ ശരി, നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ. നമ്മൾ ഇന്നലെ ഇൻഡോ ടിബറ്റ് ബോർഡർ വരെ പോയില്ലേ, ബ്രൂണി. ഇതാണ് ബ്രൂണി ക്യാമ്പ്. ഇവിടുന്ന് ഇത്രയും കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇൻഡോ ടിബറ്റ് ബോർഡർ വരെ. ഈ ദൂരമാണ് നമ്മൾ ട്രെക്കിങ് ചെയ്ത് പോകേണ്ടത്. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവിടെ ചെക്കന്മാര് ഫിഷ് കറി, പിന്നെ എന്താടാ മട്ടൻ ലിവർ ഫ്രൈ, ചോറല്ലേ ചിക്കൻ കറി, ചിക്കൻ പറ്റിക്കുന്നു. ആരെല്ലാം ഉണ്ടാക്കിയേ? നീ ഷെഫ് ഷെർത്തായിരുന്നോ? എന്നാലും ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇത്രയും വിപുല സമൃദ്ധമായ സദ്യ റെഡിയാക്കി വെച്ചതിന് കാണിക്കുന്നില്ല, നല്ല ഉണ്ടെന്ന് കാണിക്കുന്നല്ലോ. നോർത്ത് ഈസ്റ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവരുടെ ട്രൈബൽ ഫുഡും അതുപോലെ ചിക്കൻ ഫ്രൈഡ് റൈസും മോമോസും ഒക്കെയാണ് ഞങ്ങൾ ഈ 4 ദിവസം കഴിച്ചത്. ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് വിഷ്ണു ശരത്തും കൂടി ഞങ്ങൾക്ക് ഇത്രയും അധികം ഐറ്റംസ് നമ്മുടെ നാടൻ രീതിയിലുണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു.